തമ്പുരാനെ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്ക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ആദ്യം മുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ചു വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവൻ്റെ വചനത്തെപ്പറ്റി ഞങ്ങൾ അറിയിക്കുന്നു. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 1-ാം തിരുവചനമാണ് നാം വായിച്ചു കേട്ടത്. ദിനവൃത്താന്തം 1-ാം പുസ്തകം 7-ാം അധ്യായം. ഇസാക്കറിൻ്റെ സന്തതികൾ. ഇസാക്കറിൻ്റെ പുത്രന്മാർ തോല, ഫുവ, യാഷൂബ്, ഷിമ്രോൺ എന്നീ 4 പേർ. തോലായുടെ പുത്രന്മാർ ഉസി, റഫായ, യെറിയേൽ, യഹ്മായി, ഇബ്സാം, സാമുവേൽ. ഇവർ തോലായുടെ കുലത്തിലെ തലവന്മാരും അവരുടെ തലമുറകളിൽ പരാക്രമികളും ആയിരുന്നു. ദാവീദിൻ്റെ കാലത്ത് അവരുടെ സംഖ്യ 22,600. ഉസിയുടെ പുത്രൻ ഇസ്രാഹ്യ. ഇസ്രാഹ്യയുടെ പുത്രന്മാർ മിഖായേൽ, ഒബാദിയ, ജോയേൽ, ഇഷിയ എന്നീ 5 പേർ. ഇവർ എല്ലാവരും പ്രമുഖന്മാരായിരുന്നു. അവർക്ക് അനേകം ഭാര്യമാരും പുത്രന്മാരും ഉണ്ടായിരുന്നു. അവരുടെ കുലത്തിൽ കുടുംബമനുസരിച്ച് ഗണങ്ങളായി തിരിച്ച 36,000 യോദ്ധാക്കളുണ്ടായിരുന്നു. ഇസാക്കർ ഗോത്രത്തിലെ എല്ലാ കുലങ്ങളിൽ നിന്ന് ആകെ 87,000 പേർ സൈന്യത്തിലുണ്ടായിരുന്നു. ബെഞ്ചമിൻ, ദാൻ, നഫ്താലി. ബെഞ്ചമിൻ്റെ പുത്രന്മാർ ബേല, ബേഖർ, യദിയായേൽ എന്നീ 3 പേർ. ബേലായുടെ പുത്രന്മാർ എസ്ബോൻ, ഉസി, ഉസിയേൽ, യെറിമോത്ത്, ഈറിം. ഈ 5 പേർ കുലത്തലവന്മാരും യോദ്ധാക്കളുമായിരുന്നു. വംശാവലി പ്രകാരം ഇവരുടെ കുലങ്ങളിൽ ആകെ 20,034 പേർ. ബേഖറിൻ്റെ പുത്രന്മാർ സെമിറ, യോവാഷ്, എലിയേസർ, എലിയോവേനായ്, ഓമ്രി, യെറെമോത്ത്, അബിയ, അനാത്തോത്ത്, അലേമെത്ത്. വംശാവലി പ്രകാരം അവരുടെ കുലങ്ങളിൽ 20,200 ധീരയോദ്ധാക്കൾ. യദിയായേലിൻ്റെ പുത്രൻ ബിൽഹാൻ. ബിൽഹാൻ്റെ പുത്രന്മാർ യവൂഷ്, ബെഞ്ചമിൻ, ഏഹൂദ്, കെനാന, സേഥാൻ, താർഷീഷ്, അഹീഷാഹർ. യദിയായേലിൻ്റെ കുലത്തിൽ വംശാവലി പ്രകാരം 17,200 യോദ്ധാക്കൾ. ഈറിൻ്റെ പുത്രന്മാർ ഷുപ്പിം, ഹുപ്പിം. അറഹിൻ്റെ പുത്രൻ ഹുഷീം. നഫ്താലിയുടെ പുത്രന്മാർ യഹ്സിയേൽ, ഗൂനി, യേസർ. ബിൽഹായിൽ നിന്ന് ജനിച്ച ഷല്ലൂം. മനാസയുടെ സന്തതികൾ. മനാസയുടെ പുത്രന്മാർ അരമായക്കാരിയായ ഉപനാരിയിൽ നിന്ന് ജനിച്ച അസ്രിയേൽ. അവൾ ഗിലെയാദിൻ്റെ പിതാവായ മാഖീറിൻ്റെയും അമ്മയാണ്. മാഖീർ ഹുപ്പിമിനും ഷുപ്പിമിനും ഭാര്യമാരെ നൽകി. അവൻ്റെ സഹോദരി മാഖ. മാഖീറിൻ്റെ 2-ാമത്തെ പുത്രൻ സെലോഫഹാദ്. അവന് പുത്രിമാരെ ഉണ്ടായിരുന്നുള്ളൂ. മാഖീറിൻ്റെ ഭാര്യ മാഖ ഒരു പുത്രനെ പ്രസവിച്ചു. അവന് പേരെഷ് എന്ന് പേരിട്ടു. അവൻ്റെ സഹോദരനായ ഷേരെഷിൻ്റെ പുത്രന്മാർ ഊലാം, റാഖേം. ഊലാമിൻ്റെ പുത്രൻ ബദാൻ. ഇവൻ മനാസയുടെ മകനായ മാഖീറിൻ്റെ മകൻ ഗിലെയാദിൻ്റെ പുത്രനാകുന്നു. ഗിലെയാദിൻ്റെ സഹോദരി ഷമ്മോലേക്കത്തിൻ്റെ പുത്രന്മാർ ഇഷ്, ഹോദ്, അബിയേസർ, മഹ്ല. ഷെമീദായുടെ പുത്രന്മാർ അഹ്യാൻ, ഷെക്കേം, ലിഹി, അനിയാം. എഫ്രായിമിൻ്റെ സന്തതികൾ. എഫ്രായിമിൻ്റെ പുത്രന്മാർ തലമുറക്രമത്തിൽ ഷുത്തേലഹ്, ബേരെത്ത്, തഹത്ത്, എലയാദ, തഹത്ത്, സാബത്ത്, ഷുത്തേലഹ്. ഷുത്തേലഹിൻ്റെ പുത്രന്മാർ ഏസർ, എലയാദ്. ഇവർ തദ്ദേശ നിവാസികളായ യത്യരുടെ കന്നുകാലികളെ അപഹരിക്കാൻ ചെന്നപ്പോൾ കൊല്ലപ്പെട്ടു. പിതാവായ എഫ്രായിം വളരെ നാൾ അവരെക്കുറിച്ച് വിലപിച്ചു. സഹോദരന്മാർ ആശ്വസിപ്പിക്കാൻ ചെന്നു. പിന്നീട് അവൻ ഭാര്യയെ പ്രാപിക്കുകയും അവൾ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കുകയും ചെയ്തു. തൻ്റെ ഭവനത്തിന് അനർത്ഥം ഭവിക്കാൽ അവന് ബെറിയ എന്ന് പേരിട്ടു. അവൻ്റെ മകൾ ഷേറാർ. താഴെയും മേലെയും ഉള്ള ബെത്രഹോണും ഉസൻ ഷേരായും നിർമ്മിച്ചു. എഫ്രായിമിൻ്റെ മകൻ റെഫായുടെ പുത്രന്മാർ തലമുറക്രമത്തിൽ റേസെഫ്, തേലഹ്, തഹൻ,
ലാദാൻ, അമ്മിഹൂദ്, എലിഷാമ, നൂൻ, ജോഷുവ. അവർക്ക് അവകാശമായി ലഭിച്ച വാസസ്ഥലങ്ങൾ ബേഥേൽ, കിഴക്ക് നാരാൻ, പടിഞ്ഞാറ് ഗേസർ, ഷെക്കേം, അയ്യ. മനാസയുടെ ദേശത്തിനരികെ ബെത്ത്ഷയാൻ, താനാക്ക്, മെഗിദോ, ദോർ എന്നിവയും അവയുടെ ഗ്രാമങ്ങളും. ഇസ്രായേലിൻ്റെ മകനായ ജോസഫിൻ്റെ പുത്രന്മാർ ഇവയിൽ വസിച്ചു. ആഷേറിൻ്റെ സന്തതികൾ. ആഷേറിൻ്റെ പുത്രന്മാർ ഇമ്ന, ഇശ്വ, ഇഷ്വി, ബെറിയ. ഇവരുടെ സഹോദരി സേരഹ്. ബെറിയായുടെ പുത്രന്മാർ ഹേബർ, ബെർസായത്തിൻ്റെ പിതാവായ മൽക്കിയേൽ. ഹേബറിൻ്റെ പുത്രന്മാർ യാഫ്ലെത്ത്, ഷോമർ, ഹോദാം. അവരുടെ സഹോദരി ഷൂവ. യാഹ്ലെക്കിൻ്റെ പുത്രന്മാർ പാസാഖ്, ബിംഹാൽ, അശ്വത്. അവൻ്റെ സഹോദരനായ ഷേമറിൻ്റെ പുത്രന്മാർ റോഹ, യഹൂബ, ആരാം. അവൻ്റെ സഹോദരനായ ഹെലേമിൻ്റെ പുത്രന്മാർ സോഫാഹ്, ഇമ്ന, ഷേലഷ്, ആമാൽ. സോഫാഹിൻ്റെ പുത്രന്മാർ സൂവാഹ്, ഹർനേഫർ, ഷൂവാൽ, ബേരി, ഇമ്ര, ബേസർ, ഹോദ്, ഷമ്മ, ഷിൽഷ, ഇത്രാൻ, ബേര. യാഥറിൻ്റെ പുത്രന്മാർ യഫുന്ന, പിസ്പ, ആര. ഉല്ലേയുടെ പുത്രന്മാർ ആരഹ്, ഹന്നിയേൽ, റിസിയ. ഇവർ ആഷേറിൻ്റെ ഗോത്രത്തിലെ കുലത്തലവന്മാരും പ്രസിദ്ധരായ വീരയോദ്ധാക്കളും പ്രഭുക്കന്മാരിൽ പ്രമുഖരും ആയിരുന്നു. സൈന്യത്തിൽ ചേർന്ന അവർ ആകെ 26,000 പേർ ഉണ്ടായിരുന്നു. ദിനവൃത്താന്തം 1-ാം പുസ്തകം 8-ാം അധ്യായം. ബെഞ്ചമിൻ്റെ സന്തതികൾ. ബെഞ്ചമിൻ്റെ പുത്രന്മാർ പ്രായക്രമത്തിൽ ബേല, അഷ്ബേൽ, അഹാര, നോഹ, റാഹ. ബെലായുടെ പുത്രന്മാർ അദ്ദാർ, ഗേര, അബിഹൂദ്, അബിഷുവ, നാമാൻ, അഹോവഹ്, ഗേര, ഷെഹുഫാൻ, ഹൂറാം. യഹൂദിൻ്റെ പുത്രന്മാർ നാമാൻ, അഹിയ, ഗേര. ഗേബായിൽ വസിച്ചിരുന്ന ഈ കുടുംബത്തലവന്മാർ മനഹത്തിലേക്ക് നാടുകടത്തപ്പെട്ടു. ഊസായുടെയും അഹിഹൂദിൻ്റെയും പിതാവായ ഗേരയാണ് അവരെ പ്രവാസത്തിലേക്ക് നയിച്ചത്. ഹൂഷിം, ബാര എന്നീ ഭാര്യമാരെ ഉപേക്ഷിച്ചതിനു ശേഷം ഷഹാറായിമിന് മവാബ് ദേശത്ത് വെച്ച് പുത്രന്മാരുണ്ടായി. അവന് ഭാര്യ ഹോദേശിൽ യോബാബ്, സിബിയ, മെഷ, മൽക്കാം, യവൂസ്, സക്കിയ, മെർമ എന്നീ പുത്രന്മാരുണ്ടായി. ഇവർ കുലത്തലവന്മാരാണ്. ഹൂഷിമിൽ അവന് അബിത്തൂബ്, എൽപാൽ എന്നീ പുത്രന്മാരുണ്ടായി. എൽപാലിൻ്റെ പുത്രന്മാർ ഏബർ, മിഷാം, ഷേമെത്ത്, ഓനോ, ലോദ് എന്നീ പട്ടണങ്ങൾ പണിതത് ഷേമെതാണ്. അയ്യാലോൺ നിവാസികളുടെ പിതൃകുടുംബത്തലവന്മാരായ ബെറിയ, ഷേമ എന്നിവർ ഗത്ത് നിവാസികളെ ഓടിച്ചു കളഞ്ഞു. അഹ്യോ, ഷാഷാഖ്, യെറെമോത്ത്, സെബദിയോ, ആരാദ്, ഏദർ, മിഖായേൽ, ഇഷ്പ, യോഹ എന്നിവർ ബെറിയായുടെ പുത്രന്മാരാണ്. സെബദിയ, മെഷുല്ലാം, ഹിസ്കി, ഹേബർ, ഇഷ്മെറായ്, ഇസ്ലിയ, യോബാബ് എന്നിവർ എൽപാലിൻ്റെ പുത്രന്മാർ. യാക്കിം, സിക്രി, സബ്ദി. ഏലിയനായ്, സില്ലത്തായ്, എലിയേൽ, അദായ, ബെറായ, ഷിമ്രാത്ത് എന്നിവർ ഷിമെയിയുടെ പുത്രന്മാർ. ഇഷ്ഫാൻ, ഏബർ, എലിയേൽ, അബ്ദോൻ, സിക്രി, ഹാനാൻ, ഹനനിയ, ഏലാം, അന്തോത്തിയ. ഇഫ്ദേയ, പെനുവേൽ എന്നിവർ ഷാഷാക്കിൻ്റെ പുത്രന്മാർ. ഷംഷെറായ്, ഷെഹറിയ, അത്താലിയ, യാറേഷിയ, ഏലിയ, സിക്രി എന്നിവർ യെറോഹാമിൻ്റെ പുത്രന്മാർ. തലമുറക്രമത്തിൽ കുലത്തലവന്മാരും പ്രമുഖന്മാരുമായ ഇവർ ജെറുസലേമിൽ പാർത്തു. ഗിബയോൻ്റെ പിതാവായ യെയിയേൽ ഗിബയോണിൽ പാർത്തു. അവൻ്റെ ഭാര്യ മാഖ. അവൻ്റെ ആദ്യജാതൻ അബ്ദോൻ. മറ്റു പുത്രന്മാർ സൂർ, കിഷ്, ബാൽ, നാദാബ്, ഗെദോർ, അഹ്യോ, സേഖർ. ഷിമെയായുടെ പിതാവായ മിഗ്ലോത്ത്. ഇവർ ജെറുസലേമിൽ ചാർച്ചക്കാരോടൊത്ത് വസിച്ചു.
സാവൂളിൻ്റെ കുടുംബം. നേറിൻ്റെ മകൻ കിഷ്, കിഷിൻ്റെ മകൻ സാവൂൾ. സാവൂളിൻ്റെ പുത്രന്മാർ ജോനാഥൻ, മൽക്കിഷുവ, അബിനാദാബ്, യെശ്ബാൽ. ജോനാഥൻ്റെ മകൻ മെരിബാൽ, മെരിബാലിൻ്റെ മകൻ മിഖ. മിഖായുടെ പുത്രന്മാർ പിത്തോൻ, മേലെക്, തരേയ, ആഹാസ്. ആഹാസിൻ്റെ മകൻ യഹോവാദ. യഹോവാദയുടെ പുത്രന്മാർ അലമേത്ത്, അസ്മാവെത്ത്, സിമ്രി. സിമ്രിയുടെ പുത്രന്മാർ തലമുറക്രമത്തിൽ മോസ, ബിനയ, റാഫ, എലയാസ, ആസേൽ. ആസേലിൻ്റെ പുത്രന്മാർ അസ്രിക്കാം, ബോഖെറു, ഇസ്മയേൽ, ഷെയാറിയ, ഒബാദിയ, ഹനൻ എന്നീ 6 പേർ. അവൻ്റെ സഹോദരനായ ഏഷക്കിൻ്റെ പുത്രന്മാർ പ്രായക്രമത്തിൽ ഊലാം, യവൂഷ്, എലിഫെലെത്ത്. ഊലാമിൻ്റെ പുത്രന്മാർ ശക്തന്മാരായ യോദ്ധാക്കളും വില്ലാളികളുമായിരുന്നു. അവർ പുത്രപൗത്രന്മാർ 150 പേരുണ്ടായിരുന്നു. ഇവരെല്ലാവരും ബെഞ്ചമിൻ ഗോത്രജരാണ്. ദിനവൃത്താന്തം 1-ാം പുസ്തകം 9-ാം അധ്യായം. പ്രവാസത്തിൽ നിന്ന് തിരിച്ചെത്തിയവർ. ഇസ്രായേൽ ജനത്തിൻ്റെ പേരുകൾ വംശാവലി ക്രമത്തിൽ തയ്യാറാക്കി ഇസ്രായേൽ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അവിശ്വസ്തത നിമിത്തം യൂദ ബാബിലോണിലേക്ക് നാടുകടത്തപ്പെട്ടു. ഇസ്രായേലിലും പുരോഹിതന്മാരും ലേവ്യരും ദേവാലയ ശുശ്രൂഷകരുമാണ് തങ്ങൾക്ക് അവകാശപ്പെട്ട നഗരങ്ങളിലേക്ക് ആദ്യം മടങ്ങി വന്നത്. യൂദ, ബെഞ്ചമിൻ, എഫ്രായിം, മനാസെ എന്നീ ഗോത്രങ്ങളിൽ നിന്ന് ജെറുസലേമിൽ പാർത്തവർ. യൂദായുടെ മകനായ പേരെസിൻ്റെ പുത്രന്മാരിൽ നിന്ന് ഉദായ്, ഉദായ് അമ്മിഹൂദിൻ്റെ പുത്രൻ, അമ്മിഹൂദ് ഓമ്രിയുടെ പുത്രൻ, ഓമ്രി ഇമ്രിയുടെ പുത്രൻ, ഇമ്രി ബാനിയുടെയും പുത്രൻ. ഷേലായുടെ ആദ്യജാതൻ അസായായും അവൻ്റെ പുത്രന്മാരും. സേരായുടെ പുത്രന്മാരിൽ നിന്ന് യൗവേലും ചാർച്ചക്കാരും. ആകെ 690 പേർ. ബെഞ്ചമിൻ ഗോത്രത്തിൽ നിന്ന് ഹസോനുവായുടെ മകൻ ഹോദാവിയായുടെ മകനായ മെഷുല്ലാമിൻ്റെ മകൾ സല്ലു. യെറോഹാമിൻ്റെ മകൻ ഇബ്നയ, മിക്രിയുടെ മകനായ ഉസിയുടെ മകൻ ഏല, ഇബ്നയായുടെ മകനായ റെബുവേലിൻ്റെ മകൻ ഷഫാത്തിയായുടെ മകനായ മെഷുല്ലാം. ആകെ 956 പേർ. ഇവർ കുടുംബത്തലവന്മാരായിരുന്നു. ജെറുസലേമിലെ പുരോഹിതരും ലേവ്യരും. പുരോഹിതന്മാരിൽ യെദായ, യഹോയാറിബ്, യാഖീൻ. ദേവാലയത്തിലെ പ്രധാന സേവകനായ അസറിയ. അസറിയ ഹിൽക്കിയായുടെ പുത്രൻ. ഹിൽക്കിയ മെഷുല്ലാമിൻ്റെ പുത്രൻ. അവൻ സദോക്കിൻ്റെ പുത്രൻ. സദോക്ക് മെറോയോത്തിൻ്റെ പുത്രൻ. അവൻ അഹിത്തൂവിൻ്റെ പുത്രൻ. മൽക്കിയായുടെ മകനായ പാഷൂറിൻ്റെ മകൻ യെറോഹാമിൻ്റെ മകൻ അദായ. ഇമ്മറിൻ്റെ മകൻ മെഷുല്ലേമെത്തിൻ്റെ മകനായ മെഷുല്ലാമിൻ്റെ മകൻ യക്സേറായുടെ മകനായ അബിയേലിൻ്റെ മകൻ മാസായി. കുടുംബത്തലവന്മാരായ പുരോഹിതന്മാർ ചാർച്ചക്കാർക്ക് പുറമെ ആകെ 1760 പേർ. അവർ ദേവാലയ ശുശ്രൂഷയിൽ പ്രഗത്ഭരായിരുന്നു. ലേവ്യരിൽ നിന്ന് മെറാറി മക്കളിൽ ഹാഷാബിയയുടെ മകൻ അസ്രിക്കാമിൻ്റെ മകനായ ഹഷൂബിൻ്റെ മകൻ ഷെമായ. ബഗ്ബാക്കർ, ഹേരെഷ്, ഗലാൽ. ആസാഫിൻ്റെ മകൻ സിക്രിയുടെ മകനായ മിഖായുടെ മകൻ മത്താനിയ. യദുതൂനിൻ്റെ മകൻ ഗലാലിൻ്റെ മകനായ ഷെമായയുടെ മകൻ ഒബാദിയ. നെത്തോഫാത്യരുടെ ഗ്രാമങ്ങളിൽ പാർത്തിരുന്ന എൽക്കാനായുടെ മകനായ ആസായുടെ മകൻ ബെറക്കിയ. ഷല്ലൂം, അക്കൂബ്, തൽമോൻ, അഹിമാൻ എന്നിവരും അവരുടെ ചാർച്ചക്കാരും വാതിൽ കാവൽക്കാർ ആയിരുന്നു. ഷല്ലൂം ആയിരുന്നു പ്രമുഖൻ. ഇവർ രാജാവിൻ്റെ കിഴക്കേ കവാടത്തിൽ ഇന്നും കാവൽ നിൽക്കുന്നു. ലേവ്യരുടെ പാളയത്തിലെ വാതിൽ കാവൽക്കാർ ഇവരായിരുന്നു. കോറഹിൻ്റെ മകൻ എബിയാസാഫിൻ്റെ മകനായ കോറയുടെ മകൻ ഷല്ലൂമും ചാർച്ചക്കാരായ കൊറാഹ്യരും തങ്ങളുടെ പിതാക്കന്മാരെ പോലെ കൂടാരവാതിലിൻ്റെ കാവൽക്കാരും ശുശ്രൂഷയുടെ മേൽനോട്ടക്കാരും ആയിരുന്നു. എലിയാസറിൻ്റെ മകനായ ഫിനെഹാസ് ആയിരുന്നു പണ്ട് അവരുടെ അധിപൻ. കർത്താവ് അവനോട് കൂടെ ഉണ്ടായിരുന്നു. മെഷേലേമിയായുടെ മകൻ സഖറിയ ആയിരുന്നു സമാഗമ കൂടാരത്തിൻ്റെ കാവൽക്കാരൻ.
വാതിൽ കാവൽക്കാരനായി നിയോഗിക്കപ്പെട്ടവർ ആകെ 212 പേർ. അവരുടെ പേരുകൾ വംശാവലി ക്രമത്തിൽ അവരുടെ ഗ്രാമങ്ങളിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ദാവീദും ദീർഘദർശിയുമായ സാമൂവേലും ആണ് അവരെ നിയമിച്ചത്. അങ്ങനെ അവരും പുത്രന്മാരും ദേവാലയത്തിൻ്റെ കർത്താവിൻ്റെ കൂടാരത്തിൻ്റെ വാതിൽ കാവൽക്കാരായി. 4 വശത്തും കിഴക്കും പടിഞ്ഞാറും വടക്കും തെക്കും കാവൽക്കാരുണ്ടായിരുന്നു. ഗ്രാമങ്ങളിൽ താമസിച്ചിരുന്ന അവരുടെ ചാർച്ചക്കാർ തവണ വെച്ച് 7 ദിവസം വീതം അവരെ ശുശ്രൂഷയിൽ സഹായിച്ചു. വാതിൽ കാവൽക്കാരുടെ നായകന്മാരായ 4 ലേവ്യരും ദേവാലയത്തിലെ അറകളുടെയും നിക്ഷേപങ്ങളുടെയും സൂക്ഷിപ്പുകാരുമായിരുന്നു. കാവൽ നിൽക്കുന്നതും പ്രഭാതത്തിൽ വാതിൽ തുറക്കുന്നതും അവരുടെ കടമയായിരുന്നതിനാൽ അവർ ദേവാലയത്തിനു ചുറ്റും പാർത്തുവന്നു. ഇവരിൽ ചിലർ ശുശ്രൂഷയ്ക്കുള്ള ഉപകരണങ്ങളുടെ സൂക്ഷിപ്പുകാരായിരുന്നു. അവ പുറത്തു കൊണ്ടുപോവുകയും അകത്തു കൊണ്ടുവരികയും ചെയ്യുമ്പോൾ എണ്ണ തിട്ടപ്പെടുത്തേണ്ടിയിരുന്നു. മറ്റു ചിലർ വിശുദ്ധ സ്ഥലത്തെ സജ്ജീകരണങ്ങളുടെയും വിശുദ്ധ പാത്രങ്ങളുടെയും മേൽനോട്ടം വഹിച്ചു. മാവ്, വീഞ്ഞ്, എണ്ണ, കുന്തുരുക്കം, മറ്റു സുഗന്ധദ്രവ്യങ്ങൾ എന്നിവയുടെ മേൽനോട്ടവും അവർക്ക് ഉണ്ടായിരുന്നു. പുരോഹിതന്മാരാണ് സുഗന്ധദ്രവ്യക്കൂട്ട് ഒരുക്കിയിരുന്നത്. കാഴ്ചയ്ക്കുള്ള അടയുടെ ചുമതല കോറഹ് വംശജനായ ശല്ലൂമിൻ്റെ ആദ്യജാതനും ലേവ്യനുമായ മത്താത്തിയായ്ക്ക് ആയിരുന്നു. അവരുടെ ചാർച്ചക്കാരും കൊഹാത്യരുമായ ചിലർക്കായിരുന്നു സാബത്ത് തോറും പുതിയ തിരുസാന്നിധ്യപ്പം തയ്യാറാക്കുന്ന ചുമതല. ഗാന ശുശ്രൂഷയുടെ ചുമതല വഹിച്ചിരുന്ന ലേവ്യ കുടുംബത്തിലെ തലവന്മാർ രാവും പകലും ശുശ്രൂഷ ചെയ്യേണ്ടിയിരുന്നതുകൊണ്ട് ദേവാലയത്തോടനുബന്ധിച്ചുള്ള മുറികളിൽ പാർത്തു. അവർക്ക് മറ്റു ചുമതലകൾ ഉണ്ടായിരുന്നില്ല. ഇവരെല്ലാവരും ലേവി ഗോത്രത്തിലെ കുലത്തലവന്മാരാണ്. അവർ ജെറുസലേമിൽ പാർത്തുവന്നു. സാവൂളിൻ്റെ പിതൃപുത്ര പരമ്പര. ഗിബെയോൻ്റെ പിതാവായ ജെയ്യേൽ ഗിബെയോനിൽ പാർത്തു. അവൻ്റെ ഭാര്യ മാഖ. ആദ്യജാതൻ അബ്ദോൻ. മറ്റു പുത്രന്മാർ സൂർ, കിഷ്, ബാൽ, നേർ, നാദാബ്, ഗദോർ, അഹിയോ, സക്കറിയ, മിഗ്ലോത്ത്. മിഗ്ലോത്തിൻ്റെ മകൻ ഷിമയാം. ഇവർ ജെറുസലേമിൽ തങ്ങളുടെ ചാർച്ചക്കാരോടൊത്ത് പാർത്തുവന്നു. നേറിൻ്റെ മകൻ കിഷ്, കിഷിൻ്റെ മകൻ സാവൂൾ. സാവൂളിൻ്റെ പുത്രന്മാർ ജോനാഥൻ, മൽക്കിഷുവ, അബിനാദാബ്, എഷ്ബാൽ. ജോനാഥൻ്റെ പുത്രൻ മെരിബാൽ, മെരിബാലിൻ്റെ പുത്രൻ മിഖ. മിഖായുടെ പുത്രന്മാർ പിത്തോൻ, മേലെക്, തഹ്രയ, ആഹാസ്. ആഹാസിൻ്റെ പുത്രൻ യാറ. യാറായുടെ പുത്രന്മാർ അലേമെത്ത്, അസ്മാവെത്ത്, സിമ്രി. സിമ്രിയുടെ മകൻ മോസ. മോസയുടെ പുത്രന്മാർ തലമുറക്രമത്തിൽ ബിനയ, റെഫായ, എലയാസ, ആസേൽ. ആസേലിന് അസ്രിക്കാം, പോക്കെരു, ഇഷ്മായേൽ, ഷെയാറിയ, ഒബാദിയ, ഹാനാൻ എന്നീ 6 പുത്രന്മാരുണ്ടായിരുന്നു. നമ്മുടെ ദൈവമായ കർത്താവിന് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.